അറ്റത്തെ കിളിക്കൂട്ടിലാണെങ്കിൽ സുധീഷാണെങ്കിൽ നിധിക്ക് വേണ്ടി ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഫൈറ്റിന് ശേഷമാണെങ്കിൽ നിധിയാണെങ്കിൽ സുധീഷിനെ ഉപദേശിക്കുന്നതും കാണാം. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ എന്ന് പറയുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, കൊന്നിട്ട് എന്തിനാണ്, ജയിലിലേക്ക് പോവാനാണോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. എൻ്റെ നിധി, അതൊന്നുമല്ല, നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് പാടില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. ഇതേ സമയം നിധിയാണെങ്കിൽ സുധീഷിനെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല എന്ന് കാണാൻ കഴിയും. സുധീഷ് ഇങ്ങനെ പറയുന്നത് തന്നെ ഇമ്പ്രസ് ചെയ്യാനാണോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിനിടയിലാണെങ്കിൽ പോലീസുകാരും ഒരുപാട് നാട്ടുകാരും തടിച്ചു കൂടുന്നുണ്ട്. ഈ ഇടിയുടെ പേരിൽ സുധീഷിനെയും ബാക്കിയുള്ളവരെയും കസ്റ്റഡിയിലെടുക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അവനെ അമ്മാതിരി ഇടിയാണല്ലോ ഇടിച്ചിരിക്കുന്നത്. ഇതേ സമയം സുധീഷിന് വലിയ ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല. സുധീഷ് വളരെ കൂളായി തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് നടക്കുന്നത്. അവിടെ നമ്മുടെ കാമുകി വന്ന് പറയുന്നുണ്ട്, ആർക്കെങ്കിലും എതിരെ കേസ് കൊടുത്താൽ, ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായും സുഭാഷിൻ്റെ കൂടെ ഇവിടെ നിൽക്കുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആകെ പെട്ടുപോകുന്നുണ്ട് അവർ. എന്നിരുന്നാലും സുധീഷ് ഒരുപാട് തല്ലിച്ചതച്ചതുകൊണ്ടും ഒരുപാട് തൻ്റെ മകനെ വേദനിപ്പിച്ചതുകൊണ്ടും എന്ത് ചെയ്യുന്നു, അവനെതിരെ കേസ് കൊടുക്കാനായിട്ട് അവർ ഒരുങ്ങുന്നുണ്ട്. ആ സമയം തന്നെ നമ്മുടെ നിധി പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് കാണാം. നിധിക്ക് പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നും കാണാം. ഒടുവിൽ തന്നെക്ക് വേണ്ടി പ്രശ്നമുണ്ടായിട്ട് സുധീഷ് ജയിലിൽ കയറിയല്ലോ എന്നുള്ളൊരു കുറ്റബോധം നിധിക്ക് തോന്നുന്നതും കാണാം. അങ്ങനെ നിധിയാണെങ്കിൽ സുധീഷിനെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനിലേക്ക് ആവുന്നുണ്ട്. അതായത് ഇനി ഇത് ജയിലിലേക്ക് പോവോ, ഇത് വലിയ പ്രശ്നമാവോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വരുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനിടയിൽ സുധീഷിനെ തിരികെ നേടാനായിട്ട്, തിരികെ ഇറക്കാനായിട്ട് നിധി ഇറങ്ങിത്തിരിക്കുന്നൊരു കാഴ്ച കാണാം. ഒരുപാട് നിധി എല്ലാ സ്റ്റേഷനിലും ചെന്ന് പറയുന്നുണ്ട്, തന്നെ കളിയാക്കിയത് കൊണ്ടാണ് തൻ്റെ ഭർത്താവ് ഇങ്ങനെ ചെയ്തത്, അല്ലാതെ വേറൊന്നുമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ തന്നെ കളിയാക്കിയവനെതിരെയും നിധി പരാതി കൊടുക്കുമ്പോൾ അവർ രണ്ടുപേരും ഒരൊറ്റ തീർപ്പിലെത്തുകയും സുധീഷിനെ പുറത്തുവിടുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നിധി സുധീഷ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊരു കാഴ്ച കാണാം. നടക്കുമോ ഇല്ലയോ എന്നൊക്കെ